ഹായ് ഓൾ. പണി മൂവി തിയേറ്ററിൽ പോയി കണ്ടതാണെങ്കിലും OTT റിലീസായപ്പോൾ ഒരു തവണ കൂടി കണ്ട് തൃപ്തി അടഞ്ഞു. പതിവ് സ്റ്റോറി ലൈൻ ആണെങ്കിലും ക്ലൈമാക്സ് തരുന്നൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ. ഡിഫൻഡർ, സംരക്ഷകൻ, അതങ്ങനെ എല്ലാവർക്കും ഒരാളുണ്ടായെന്ന് വരത്തില്ല. പക്ഷെ ദേഹത്ത് അനുവാദം ഇല്ലാതെ തൊടുന്നവൻ്റെയൊക്കെ കരണം അടിച്ചു പൊളിക്കണം എന്നൊക്കെ തോന്നുമെങ്കിലും ബോഡി ഫ്രീസായി പോയതുപോലെ നിൽക്കുന്ന കുറച്ച് മൊമെൻറ്റ്സ് ഉണ്ടാവും. ബസ് സ്റ്റോപ്പ്, റെയിൽവേ സ്റ്റേഷൻ, എന്തിന് ഒരു കല്യാണ ഫംഗ്ഷനൊക്കെ തന്നെ ക്രൗഡ് കാണുമ്പോൾ പിന്നീട് ഒരു നെഞ്ചെടുപ്പായി. വില്ലിൻ്റെ തകർച്ച നമ്മുടെ മനസ്സിനെ അത്ര കണ്ട് തൃപ്തിപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതിനൊരു റീസൺ റിയൽ ലൈഫിൽ ഇങ്ങനൊന്നും നടക്കത്തില്ല എന്ന് നമുക്കുള്ള തിരിച്ചറിവാണ്. ആ തൂങ്ങിക്കിടക്കുന്നവർക്ക് പകരം ഗോവിന്ദചാമി ഒന്ന് ആലോചിച്ച് നോക്കി, ഇപ്പോൾ ഒരു സുഖമൊക്കെ തോന്നുന്നില്ലേ? വില്ലനെ വകവരുത്തുന്ന പല സീനുകളിലും ഒരു പ്രദക്ഷിണം, അമ്പലത്തിലെ ഘോഷയാത്ര, അല്ലെങ്കിൽ ഒരു ബാങ്ക് വിളി, അങ്ങനെ പാരലായിട്ട് എന്തെങ്കിലും പലപ്പോഴും നമ്മുടെ ഫിലിമുകളിൽ കാണിക്കാറുണ്ട്. തിന്മയുടെ മേളിലുള്ള നന്മയുടെ വിജയമെന്നോ ദൈവത്തിന്റെ പകരക്കാരനായ നായകൻ നീതി നടപ്പാക്കിയതാണെന്നോ ഒക്കെ ആവാം. ബട്ട് മൈ ക്വസ്റ്റ്യൻ ഇസ്, ആക്രമണം നടക്കുമ്പോഴൊക്കെ ഈ ദൈവവും ദൈവത്തിൻ്റെ പകരക്കാരനും ഒക്കെ എവിടെയായിരിക്കും എന്നുള്ളതാണ്. പടത്തിൽ സീമ പറയുന്നൊരു ഡയലോഗുണ്ട്, ഒരു വണ്ടി വന്ന് നമ്മളെ ഇടിക്കുന്നത് പോലെയല്ലേ ഇതെന്ന്. നമ്മുടെ അനുവാദം ഇല്ലാതാണല്ലോ വണ്ടിയും വന്ന് നെഞ്ചത്തോട്ട് കയറുന്നത്. പറഞ്ഞ് സമാധാനിപ്പിക്കാൻ അത് മതി. പ്രത്യേകിച്ച് തൊട്ടാലും തോണ്ടിയാലും ഒന്നും പൊട്ടിത്തെറിപ്പിച്ച് കളയാൻ നായകൻ വരാത്തവർക്ക്. ഒരുത്തൻ്റെ കൈയുടെ 2 വിരലിനെങ്കിലും എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ പിന്നീട് ഒരുത്തൻ കൈ പൊക്കുമ്പോൾ രണ്ടാമതൊന്ന് ചിന്തിച്ചേനെ. തെറ്റ് ചെയ്യുന്നവരെല്ലാം ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. ഇപ്പോൾ ഗ്രീഷ്മയാണല്ലോ വിഷയം. വിധിയൊക്കെ ഓക്കെയാണ്. ഗ്രീഷ്മയെ തൂക്കുവാണെങ്കിൽ ആ കയറിൻ്റെ മറ്റേ അറ്റത്ത് ഗോവിന്ദചാമിയും കൂടെ വേണ്ടേ? എന്നാലല്ലേ അതങ്ങോട്ട് ശരിയാവത്തുള്ളൂ. ഈ തുല്യതയെ